ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇതൊരു ചെറിയ ട്രാവലിംഗ് വീഡിയോ ആണ് കേട്ടോ. ദൂരേക്കൊന്നല്ല, ഞങ്ങളുടെ വീട്ടിൽ നിന്നൊരു 1 മണിക്കൂർ താഴെ ദൂരമേ ഉള്ളൂ ഇവിടേക്ക്. എവിടെയാണെന്നോ? മുത്തപ്പനെ കാണാൻ പറശ്ശിനിയിലേക്ക്. അപ്പോൾ ഞങ്ങളിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സൺഡേ ആണ് നമ്മളിത് പോകുന്നത്. അപ്പോൾ രാവിലെ ഇങ്ങനെ പോയാലോ എന്നുള്ളൊരു ചിന്ത പെട്ടെന്ന് ഉദിച്ച്, എന്നാൽ പിന്നെ ഓക്കെ നമുക്ക് എല്ലാവർക്കും പോകാമെന്നുള്ളൊരു തീരുമാനമായി. അതുകൊണ്ട് വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷമാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളെല്ലാവരും ഉണ്ട്. അച്ഛനില്ല, അമ്മയുണ്ട്, ഹരിത്തേട്ടനുണ്ട്, അദ്രി ബേബി ഉണ്ട്, പിന്നെ ശരത്തേട്ടനുണ്ട്, നമ്മുടെ സ്വന്തം ബേബിയേട്ടനുമുണ്ട്. ബേബിയേട്ടനാണ് വണ്ടി ഓടിക്കുന്നത്. അദ്രിക്ക് ഇങ്ങനെ ട്രാവലൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഒരു കുഴപ്പമില്ലാണ്ടിരിക്കും. അപ്പോൾ ഈ പുഴയുടെ സൈഡിൽ കാണുന്ന മനോഹരമായ ക്ഷേത്രമാണ് നമ്മുടെ പറശ്ശിനിക്കടവ്. പോയവർക്കൊക്കെ അറിയാം. അത്ര ഒരു നല്ല വൈബാണ്, നല്ല എൻജോയ് ചെയ്യാം നമുക്ക്. ചുറ്റും കടകളും നല്ല എന്ത് ഭംഗിയാണെന്നൊക്കെ കാണാം. അവിടെ നിന്ന് കാണാൻ തന്നെ നല്ല രസമാണ്. നിറയെ ഷോപ്പുകളും അത് കുറേ ടോയ്സ്, ഫാൻസി ഐറ്റംസ് ഒക്കെ പിള്ളേരെ അട്രാക്റ്റ് ചെയ്യാനും ലേഡീസിനെ അട്രാക്റ്റ് ചെയ്യാനൊക്കെ കൂടി. അപ്പം നമ്മൾ ക്ഷേത്രത്തിലേക്ക് എൻട്രി ചെയ്യാണ്. ഇതാണ് എൻട്രൻസ്. സൺഡേ ആയതുകൊണ്ടാണോന്നൊന്നും അറിയില്ല, പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു അമ്പലത്തിൽ, ഭയങ്കര തിരക്ക്. അപ്പം ഞങ്ങൾ പോയ ആ സമയത്ത് തന്നെ മുത്തപ്പൻ്റെ വെള്ളാട്ടം ഉണ്ടായിരുന്നു. നമ്മൾ പോകുന്ന സമയത്ത് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും വന്നും പോയി ഇരിക്കുന്നുണ്ട്. ഇനി നമ്മൾ പുഴക്കടവിലേക്കാണ് പോകുന്നത്, കാലൊക്കെ കഴുകാൻ വേണ്ടിയിട്ട്. കാലൊക്കെ കഴുകി ശുദ്ധിയായിട്ട് അമ്പലത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഫോണ് ഉപയോഗിക്കാൻ പറ്റില്ല. അമ്പലത്തിനുള്ളിൽ നല്ല തിരക്കാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം എത്ര തിരക്കുണ്ടെന്ന്. ഉള്ളിൽ കയറാൻ പറ്റില്ല, അത്ര ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ മാച്ചിങ് ഡ്രസ്സാണെന്ന് തോന്നുന്നുണ്ടല്ലേ, പറഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ, കോയിൻസിഡൻസ് ആണ്. എല്ലാവരും, ഞാനും അമ്മയും ഹരിത്തേട്ടനും അദ്രിയും ഏകദേശം ഒരേ കളർ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. കുറേ നാളായി ഞങ്ങൾ പറശ്ശിനിക്കടവിലേക്ക് വരണമെന്ന് വിചാരിക്കുന്നു. അദ്രി ഉണ്ടായതിന് ശേഷം ഇതുവരെ വരാൻ പറ്റിയിട്ടില്ല. അപ്പം രണ്ടും കൽപ്പിച്ച് ഇന്നാണ് പറ്റിയ സമയം എന്ന് തോന്നുന്നു. അപ്പോൾ അതിനായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പുഴയിലേക്കൊക്കെ ഇറങ്ങി കാലൊക്കെ ഒന്ന് കഴുകി ക്ഷേത്രത്തിലേക്ക് എൻട്രി ചെയ്യാൻ പോവാണ്. നമ്മൾ കണ്ണൂരുകാരുടെ സ്വന്തം ദൈവമാണ് മുത്തപ്പൻ. എല്ലാവർക്കും വിശ്വാസമുള്ളൊരു ദൈവമാണ്. അപ്പം എല്ലാവർക്കും ജാതിയോ മതമോ ഒന്നും ഇവിടെ പ്രശ്നമില്ല, ആർക്ക് വേണമെങ്കിലും വരാം. എപ്പോഴും എല്ലാവരെയും വെൽക്കം ചെയ്യുന്നൊരു അമ്പലമാണിത്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോൾ പോയാലും ചായയും ഈ സാധനം കിട്ടും. വൻപയർ പുഴുങ്ങിയതാണിത്. വൻപയർ പുഴുങ്ങിയതും തേങ്ങാക്കൊത്തും കിട്ടും. അപ്പോൾ എപ്പോൾ പോയാലും കിട്ടും. ഏത് രാത്രിയെന്നോ പകലെന്നോ ഉച്ചയെന്നോ ഒന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും കിട്ടും. അതിൻ്റെ കൂടെ ഒരു ചായയും കിട്ടും. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു ക്ഷേത്രത്തിലും ഇല്ലാത്ത പോലെ ഇവിടെ നിറച്ചും ഡോഗ്സാണ്. അതും അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോഗ്സാണ്. അപ്പം മുത്തപ്പൻ്റെ വാഹനമാണ് നായ്ക്കൾ എന്നാണ് ഇവിടെ ഒരു വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ആരും പട്ടികളെ ഉപദ്രവിക്കാനോ ഒന്നും നിൽക്കില്ല. അപ്പോൾ ഈ കാണുന്ന ക്യൂ എന്തിനാണെന്ന് മനസ്സിലായോ? ഇത് ഫുഡ് കഴിക്കാനുള്ള ക്യൂ ആണ് കേട്ടോ. 8 മണിക്കാണ് അന്നദാനം തുടങ്ങുന്നത്. വലിയ ഊട്ടുവരെയാണ്, അതുകൊണ്ട് തന്നെ കുറേ പേരെ ഒരുമിച്ച് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. പിന്നെ ഇവിടുത്തെ ഒരു ഷോപ്പുകളൊക്കെ ഒന്ന് വെറുതെ ഒന്ന് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മേടിക്കാനും ഒക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. നല്ല ഭംഗിയാണ്, ലൈറ്റിങ്സ് ആയാലും എല്ലാം മൊത്തത്തിൽ നല്ല രസമാണ് കാണാൻ. അപ്പോൾ വരാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉറപ്പായിട്ട് ലൈഫിൽ ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് പറശ്ശിനിക്കടവ് എന്ന് ഞാൻ പറയും. അത്ര രസമാണ്. ആർക്ക് വേണമെങ്കിലും വരാം. ഇവിടെ ഇങ്ങനെ ഹിന്ദുവെന്നോ ക്രിസ്ത്യനെന്നോ മുസ്ലിമെന്നോ ഒന്നുമില്ല. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാം.
അദ്രി ബേബിക്ക് ടോയ്സാണ് ഞാൻ നോക്കുന്നത്. ഈ സാധനം ഞാൻ കുറേ നാളായി ഇവന് മേടിച്ച് കൊടുക്കണമെന്ന് വിചാരിക്കുന്നു. കളിക്കൊന്നുമില്ല ടോയ്സ് കൊണ്ടൊന്നും. ആൾക്ക് ടോയ്സിനോട് താല്പര്യമില്ല. ഇപ്പം ഓടാനും നടക്കാനൊക്കെ തുടങ്ങിയ പിന്നെ ഇരുന്ന് കളിക്കുന്ന ക്ഷമയൊന്നും ആൾക്കില്ല. അപ്പോൾ ഇങ്ങനെ മേടിച്ച് കൂട്ടലല്ലാണ്ട് അതിനെ ഒന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റ് നോക്കുന്നല്ലാണ്ട് അതിനെപ്പറ്റി ഒന്നും ഒരു ചിന്തയില്ല ആൾക്ക്. അപ്പോൾ ഈ സാധനം മേടിച്ചിട്ടുണ്ട്. കുറേ ടോയ്സൊന്നും മേടിച്ച് കൂട്ടണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. കാരണം അവൻ കളിക്കുമല്ലോ, പിന്നെ വെറുതെ മേടിച്ചിട്ട് കാര്യമില്ലല്ലോ. എല്ലാ സാധനങ്ങളും കിട്ടും ഇവിടെ. ലേഡീസ് ഐറ്റംസ് ആയാലും ബേബീസിൻ്റെ ടോയ്സ് ആയാലും ഒക്കെ കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട്. നമുക്ക് ഒരു ഷോപ്പിൽ നിന്ന് ഒരു ഷോപ്പിലാണോ ബെറ്റർ ഉള്ളതെന്ന് മനസ്സിലാവുകയില്ല. അത്രയധികം ഷോപ്പുകളുണ്ട്. എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ്. അപ്പം നമുക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കിട്ടുകയും ചെയ്യും. അപ്പോൾ അത്രയധികം ഷോപ്പുകളുള്ള സ്ഥലമാണിത്. അപ്പം ഞങ്ങൾ അവിടുന്ന് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഇറങ്ങി തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം ഇറങ്ങി ആയപ്പം അവന് ബോൾ കണ്ടത് ഇഷ്ടമായിട്ട് മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളൊരു ഷോപ്പിൽ കയറി അവന് ബോളൊക്കെ മേടിച്ചു കൊടുത്തു. പിന്നെ നേരെ വീട്ടിലേക്ക് വിടുകയാണ്. ഇറങ്ങുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 8:45 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അധികം ലേറ്റായൊന്നുമില്ല. ഇവിടുന്ന് അധികം ദൂരമില്ലാത്തതുകൊണ്ട് തന്നെ അത്ര കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതാണ്. നല്ലൊരു അടിപൊളി ഈവനിങ് ആയിരുന്നു. അദ്രിക്കായാലും ഞങ്ങൾക്കായാലും നല്ല എൻജോയ് ചെയ്ത് പോകാൻ പറ്റി ഞങ്ങളെല്ലാവരും. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബായ്.